കണ്ണൂർ അയ്യൻകുന്നിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ആറളം ഫാമിലേക്ക് കടന്നു. അതുവഴി വനത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനംവകുപ്പ്. അയ്യൻകുന്ന് പ്രദേശത്തെ 3 വാർഡുകളിലും ഇപ്പോൾ നിരോധനാജ്ഞ തുടരുകയാണ്. അജീഷ് ജയകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അജീഷ്, ഈ കാട്ടാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അത് കാട്ടിലേക്ക് കടന്നു കഴിഞ്ഞോ, എന്താണ് വിവരം? കാര്യം ഇത്തരം വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭീതിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് എസ്കെ. ഇന്നലെ ഒരു പകൽ മുഴുവൻ അയ്യൻകുന്ന് കോട്ടങ്കരി ഇപ്പോൾ അതിനടുത്തുള്ള ആറളം ഫാമിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ രാത്രിയോടെ ഈ ആനയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് നിർത്തിവെച്ചിരുന്നു. രാത്രി തന്നെ ഈ വനാതിർത്തിയോടെ ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ ഈ കാട്ടാന എത്തിയതിനെ തുടർന്നാണ് വനംവകുപ്പ് ഈ നടപടികൾ നിർത്തിവെച്ചത്. പിന്നീട് ഈ കാട്ടിലേക്ക് ഉള്ളിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. ഇതിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മേഖലയിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അവർ രാത്രി മുഴുവൻ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ജീപ്പുകളിലും മറ്റും ആളുകൾ ഈ രാത്രിയിൽ പുറത്തിറങ്ങരുത്, പുലർച്ചെയായാലും പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. അതിനെ തുടർന്ന് കൂടുതൽ ആളുകളും ഈ വീടുകളിൽ തന്നെയായിരുന്നു ഇന്നലെ കഴിഞ്ഞിരുന്നത്. വനംവകുപ്പിന്റെ നിർദ്ദേശത്തോട് സഹകരിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരെല്ലാവരും. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ആനയെ നിരീക്ഷിച്ചപ്പോൾ ആറളം ഫാമിലേക്ക് കടന്നതായിട്ടുള്ള വിവരം കിട്ടിയത്. ഇതിന് വനാതിർത്തിയോട് ചേർന്ന സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് വനത്തിനുള്ളിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇന്ന് വൈകിട്ട് വരെ ഈ അയ്യൻകുന്ന് മേഖലയിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്, മാത്രമല്ല ഈ വനാതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. എന്നാലും ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.